2026 നിങ്ങൾക്ക് ഫേസ് കാണിച്ചിട്ട് തന്നെ വീഡിയോ ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾ പേടിക്കേണ്ടൊന്നും ആവശ്യമില്ല. നിങ്ങൾ ചാനൽ ഫേസ് കാണിക്കാതെ എങ്ങനെ വീഡിയോ ഇടാന്ന് വോയിസ് ഓവർ കൊടുക്കാതെ നിങ്ങൾക്ക് മ്യൂസിക് മാത്രം ആഡ് ചെയ്തിട്ടും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. അതിനുള്ള ടിപ്സ് ഉണ്ട്, നിലവിലുണ്ട്. പക്ഷെ അതാരും പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? നിങ്ങൾ അതിടാൻ പാടില്ല, ഇതിടാൻ പാടില്ല, മറ്റേതിടാൻ പാടില്ല, മ്യൂസിക് ഇടാൻ പാടില്ല, വോയിസ് ഓവർ കൊടുക്കണം, ഹ്യൂമൻ ടച്ച് വേണം, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അങ്ങനൊന്നും അല്ലാതെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് ചാനലുകൾ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യുക. ഫുള്ള് വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല. ഫേസ് മാസ്ക് ഇട്ടിട്ട് കാണിക്കണമെന്ന് എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം വീഡിയോസ് നിങ്ങൾക്ക് തന്നെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ് കാണിക്കാതെ വീഡിയോ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. 100% ഗ്യാരണ്ടിയാണ്. എല്ലാവരും പറയുന്നത് നിങ്ങൾ ഫേസ് കാണിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ മ്യൂസിക് ഇടാൻ പാടില്ല, സോങ് ഇടാൻ പാടില്ല, അല്ലാന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം വരും, മോണിറ്റൈസേഷൻ കിട്ടൂല, അടിച്ചു പോകും ചാനൽ. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. യൂട്യൂബ് ടിപ്സ് പറയുന്നത് കുറേ ചാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്തോളൂ. അതെല്ലാം വാച്ച് ചെയ്താൽ കുറേ ഉപകാരങ്ങൾ അതിൽ കിട്ടും. കുറേ ആൾക്കാർ പറഞ്ഞു തരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ എന്നാലും എന്ത് കണ്ടന്റാണ് നിങ്ങൾ ഇടുന്നത്, എങ്ങനെയാണ് തംബ്നെയിൽ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ടൈറ്റിൽ കൊടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എങ്ങനെ ഫേസ് കാണിക്കാത്തവർക്ക് വേണ്ടിയിട്ട് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യമായിരിക്കും. നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് എന്ത് കണ്ടൻറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടത്, ഏതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് അറിവ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും എന്ത് വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ വീഡിയോ കണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എൻ്റെ ഓഡിയൻസിന് എന്താണ് വേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് ഫേസ് കാണിക്കാതെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാം. കമൻറ്റ് ഇട്ടിട്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഫേസ് കാണിക്കാതെ എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടത്, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാതെ മോണിറ്റൈസേഷൻ കിട്ടാൻ പറ്റുമോ, അങ്ങനത്തെ ചാനലുകൾ ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ടായിരിക്കും ഞാൻ ടോപ്പിക്ക് ചെയ്യുക. അതിനെക്കുറിച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഫേസ് കാണിക്കാത്ത ഒരു 100,000 ചാനലുകൾ ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലുകളാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാനൊരു എക്സാമ്പിളിനൊരു വീഡിയോ കാണിച്ചു തരാം. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും AI വോയിസ്, AI വീഡിയോസ്, വെറും ഷോർട്സ്, വെറും 50-60 വീഡിയോസ്, മോണിറ്റൈസേഷൻ എത്ര ഏൺ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് കുറച്ച് ചാനൽ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് വീഡിയോസാണ് ഞാൻ ഇട്ടിട്ട് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതിൽ ഒരു 10-100 വീഡിയോസ് ഇട്ടാൽ മതി. 100 വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെറും ഫേസ് കാണിച്ചിട്ട് മാത്രമല്ലാത്ത ചാനലുകൾ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ. പക്ഷെ നിങ്ങൾ അതിൻ്റെ പുറകെ പോയിട്ട് അന്വേഷിക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പം ഞാനാണെങ്കിലോ ഞാനിത് ഫുൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് തരികയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക. ഫുള്ള് വീഡിയോ വാച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾ എന്താണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തായാലും നിങ്ങൾ 100% നിങ്ങളെല്ലാവരും യൂട്യൂബ് ക്രിയേറ്റർമാരായിരിക്കും. യൂട്യൂബ് ക്രിയേറ്ററിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്ന്, എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന്, എങ്ങനെ വീഡിയോ ഉണ്ടാകുന്നു എന്നൊക്കെ പഠിക്കുന്ന ആളായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാരും. യൂട്യൂബ് ടിപ്സ് ചാനൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ മിക്ക ആൾക്കാർ ഇതന്നെ ആയിരിക്കും സംഭവം. എന്താണെന്ന് വെച്ചാൽ ചാനലില്ലാത്ത ആൾക്കാർ വീഡിയോ കാണത്തില്ലല്ലോ, ഇങ്ങനെ യൂട്യൂബ് ടിപ്സ് കാണത്തില്ലല്ലോ. അപ്പം നിങ്ങൾ 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉള്ളവരായിരിക്കും. ഒരു വീഡിയോ ആണെങ്കിലും 2 വീഡിയോ ആണെങ്കിലും അപ്ലോഡ് ചെയ്തവരായിരിക്കും എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ എല്ലാ കമൻറ്റും നോക്കാറുണ്ട്. എല്ലാ കമൻറ്റും എൻ്റെ വീഡിയോ ഒക്കെ വന്ന എല്ലാ കമൻറ്റും, ഷോർട്സിൽ വന്നാലും ലോങ് വീഡിയോ വന്നാലും എല്ലാ കമൻറ്റും ഞാൻ ഓൾറെഡി നോക്കാറുണ്ട്. നോക്കിയിട്ടാണ് ആ കമൻറ്റിനുള്ള റീപ്ലൈ കൊടുക്കാറ്. എന്താണെന്ന് വെച്ചാൽ ഹാർട്ടും തംസപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ലവ് ചിഹ്നം ഹാർട്ട് മാത്രമേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. കാരണം എന്നിട്ട് ഓക്കെ താങ്ക് യു
അത്രേ ഉള്ളൂ. ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ ഞാൻ കമൻറ്റ് വരുന്നത് ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ചിലപ്പോൾ കാണും. ചിലപ്പോൾ ഫോൺ എടുക്കാത്ത സമയത്താണെങ്കിൽ ഞാൻ കമൻറ്റ് ഫസ്റ്റ് നോക്കുന്നത് കമൻറ്റ് വന്നിട്ടുണ്ടോ എന്നാണ്. അപ്പം നിങ്ങളെ കമൻറ്റ് 100% ഞാൻ ഓൾറെഡി നോക്കും. നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണോ, ലോങ് വീഡിയോ ആണോ അല്ല ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആളാണോ, എന്ത് വീഡിയോ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതിനുശേഷം ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞൊരു വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്ത് വീഡിയോ ഇട്ടാലാണ് മോണിറ്റൈസേഷൻ കിട്ടുക എന്നുള്ളത്. ഞാനിവിടെ ഒരു ചാനൽ കാണിച്ചു തരുന്നത്. ഈ ചാനലാകെ 354 വീഡിയോസ് മാത്രമേ ആകെ ഇട്ടിട്ടുള്ളൂ. 354 വീഡിയോസ് ഉണ്ട്. 44K സബ്സ്ക്രൈബർ. ഇതെല്ലാം ഓൾറെഡി മോണിറ്റൈസേഷൻ ആണ്. ഈ ചാനൽ ഓൾറെഡി മോണിറ്റൈസേഷൻ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് AI വീഡിയോസ് ആണ് കേട്ടോ. AI വീഡിയോസ് ആണ്, ഫുൾ എല്ലാം AI വീഡിയോസ് ആണ്. ഓക്കെ, പക്ഷേ ഇത് ഇമേജ് ജനറേറ്റ് ചെയ്തത് AI വോയിസ് കൊടുക്കുകയാണ്. ഇതെല്ലാം ഓൾറെഡി മോണിറ്റൈസേഷൻ ആണ്. ഈ ചാനൽ ഓൾറെഡി മോണിറ്റൈസേഷൻ ഇവിടെ കാണിക്കുന്നുണ്ടാവും. മോണിറ്റൈസ്ഡ് ആണ് കേട്ടോ ആ ചാനൽ. അപ്പോൾ ഇതിൽ വീഡിയോസ്, ലോങ് വീഡിയോസിന് വ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. ലോങ് വീഡിയോസ് കുറച്ച് ഇട്ടിട്ടുണ്ട്, പക്ഷേ വ്യൂസ് ഒന്നും ഇല്ല. മെയിനായിട്ട് ഷോർട്സ് ആണ് ഇട്ടിട്ടുള്ളത്. ഷോർട്സിൽ പെട്ടെന്ന് ഇപ്പോൾ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാണ് ഇതിൽ. ഓക്കെ, കണ്ടിന്യൂസ്ലി ഒരു ദിവസം തന്നെ 4, 5, 6 ഷോർട്സാണ് അപ്ലോഡ് ചെയ്യുന്നുള്ളത്. ഇതിൻ്റെ പോപ്പുലർ ഷോർട്സ് എന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഇതിന് ഷോർട്സിന് 6.2 മില്യൺ വ്യൂസ്, 6.2 മില്യൺ വ്യൂസ്, 1.7 മില്യൺ വ്യൂസ്, 1.7. ഇതെല്ലാം ഓൾറെഡി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തതാണ്. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 3 മാസം 4 മാസം കൊണ്ടല്ലോ ഇത്ര വ്യൂസ് വന്നാൽ ഓൾറെഡി മോണിറ്റൈസേഷൻ കിട്ടും. ഷോർട്സിന് വേണ്ടത് 3 മാസത്തിൻ്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസാണ്. ഇത് 6 മില്യൺ വ്യൂസ്, 1 മില്യൺ, 1.7. പിന്നെ ഈ ചെറിയ ഷോർട്സ് ഇതെല്ലാം ഒരു മാസം കൊണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. ഒരു മാസം കൊണ്ട് ഇത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ 50K വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ 50K കിട്ടിക്കഴിഞ്ഞാൽ 1 മില്യൺ വ്യൂസായി. ഓക്കെ, അങ്ങനെ കിട്ടിയ വ്യൂസാണ് ഓൾറെഡി ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് AI വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എല്ലാവർക്കും കണ്ണിൽ കരടാണ്. ഞാനിപ്പോൾ തനിച്ചിരിക്കുകയാണ് പാർക്കിൽ. നല്ല കൂട്ടുകാരുണ്ടോ? കൂട്ടുകൂടാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തു, ഹായ് അയക്കൂ. ആകെയുള്ള പ്രതീക്ഷ മാത്രമാണ്. ആർക്കും ഇപ്പൊ എന്നെ വേണ്ട. അതല്ല, അതിനെങ്ങാളും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിരി വന്ന സംഭവം എന്ന് വെച്ചാൽ ഇതിൽ വന്ന കമൻ്റാണ് ഭയങ്കര അത്ഭുതം. കമൻ്റ് എന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് AI എന്ന് പോലും മനസ്സിലായിട്ടില്ല എന്ന്. സത്യം പറഞ്ഞാൽ AI എന്ന് പോലും മനസ്സിലായിട്ടില്ല. ചിലവർക്ക് AI എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ സംഭവം എന്ത്, കുറച്ചൊരു എന്നാലും ഒരു ഒറിജിനൽ ആണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്താണ്. ഓക്കെ, കോഴിക്കോടുള്ള മുഴുവൻ ഫാൻസും മോളുടെ കൂടെ ഇല്ലേ? എന്തൊക്കെയാണ് ഇങ്ങനത്തെ എല്ലാമാണ് വീട്ടുകാരെ ചുറ്റും പറഞ്ഞ് നടക്കുന്ന നീ അല്ല. ചിലപ്പോൾ ബാഡ് കമൻ്റൊക്കെ വരും, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ സ്വഭാവമാണ് അവൻ്റെ തന്നെ ഒഴിവാക്കിയത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ഇട്ടതാണോന്ന് അറിയത്തില്ല. എന്നാലും കമൻറ്റ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ കമൻ്റ് ഉണ്ട്. AI വിലു എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കമൻ്റ് ഇട്ട ആളുണ്ട്. നമ്പർ കിട്ടാൻ മാർഗമുണ്ട്, അങ്ങനെയും കമൻ്റ് ഇട്ട ആളുണ്ട്. ഓക്കെ, അങ്ങനത്തെ കമൻറ്റ് എത്ര കമൻറ്റ് എന്നറിയാം? 611 കമൻറ്റാണ്. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലോ 3 കമൻറ്റ് 4 കമൻറ്റ്, അതിനായിട്ട് കൂടുതൽ കമൻറ്റ് ഇല്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടാലും മോണിറ്റൈസേഷൻ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് താഴത്ത് കാണുന്നുണ്ടാവും മോണിറ്റൈസേഷൻ ഓണാണ് ഓൾറെഡി. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടിട്ടാണ് ഇത് ഓൾറെഡി മോണിറ്റൈസേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് AI വോയിസ് ആണ്, ഫുള്ളി AI വോയിസ് ആണ്. ജസ്റ്റ് വേറെ ഒന്നും പറയുന്നില്ല കേട്ടോ, നല്ല കാര്യമാണ് പറയുന്നുള്ളത്. വിരോധം ഇല്ലെങ്കിൽ ഒരു വിഷ് തരണേ. കറുപ്പ് കളറായിട്ടാന്ന് തോന്നുന്നു, ആരും വിഷ് ചെയ്തില്ല. അത്രേ ഉള്ളൂ, വളരെ 38 വയസ്സാണ്, മലപ്പുറം. ഞാൻ ഷഫീന, കോഴിക്കോട്. ഡിവോഴ്സ് ആയതിനു ശേഷം പലരുടെയും കണ്ണിൽ എന്തോ സന്തോഷമാണ് കാണുന്നത്. ചിരിക്കാത്തവരൊക്കെ പൻസാര ചിരിയാണ്. പക്ഷെ ഞാൻ ഫസ്ന, കോഴിക്കോട്. ഇന്ന് എന്റെ ജന്മദിനമാണ്. വിരോധം ഇല്ലെങ്കിൽ വിഷ് ചെയ്യണേ. ഞാൻ ജുമാന, മലപ്പുറം. ഞാൻ ദുബായിലായിരുന്നു, ഇപ്പൊ നാട്ടില് സെറ്റിലായി. എനിക്കൊരു ഡ്രൈവർ വേണമെന്നുണ്ട്. പക്ഷെ നല്ല ആളുകളെയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനാണ് അല്ലേ? എന്റെ ഡ്രൈവർ ഇതിനൊക്കെ വ്യൂസ് എന്ന് പറഞ്ഞാൽ 1 മില്യൺ 2 മില്യൺ വ്യൂസാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ടാലും ഓൾറെഡി മോണിറ്റൈസേഷൻ കിട്ടും. മോണിറ്റൈസേഷൻ കിട്ടാതൊന്നും ഇരിക്കില്ല. പക്ഷേ നിങ്ങളടുത്ത് പറയുന്നുണ്ടാവും ഹ്യൂമൻ ടച്ച് വേണോ, അത് വേണോ, ഇത് വേണോ, മറ്റേ വേണോ, മറിച്ച വേണോ. അതൊന്നും വേണ്ട, ആവശ്യമില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒറിജിനൽ കണ്ടന്റ് ആയാൽ മതി. നിങ്ങൾ എഡിറ്റിംഗ് ചെയ്തോട്ട്, എഡിറ്റിംഗ് ചെയ്താലും അത് ഹ്യൂമൻ ടച്ചാണ്. അതല്ലാതെ നിങ്ങൾ കൈ കൊണ്ട്
വീഡിയോ ഇടണം, കൈകൊണ്ട് വീഡിയോ ഇടണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഹ്യൂമൻ ടച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം ക്രിയേറ്റ് ചെയ്ത് AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് AI വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്സിനും അല്ലെങ്കിൽ ലോങ് വീഡിയോ ഒക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടും. ഞാൻ കുറേ ഹിന്ദി ചാനൽ വരെ കണ്ടിട്ടുണ്ട് AI വോയിസ് കൊടുത്തിട്ടും AI വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടും എല്ലാം ഇടുന്നത്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ടുള്ള വീഡിയോസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ AI വെച്ചിട്ട് നിങ്ങൾ സ്വന്തം വീഡിയോസ് മ്യൂസിക് ഇടാൻ പാടില്ല, അതല്ല നിങ്ങൾ മ്യൂസിക് ഇടാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ കുറച്ച് ചാനലും കൂടി ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിന് നമുക്ക് വോയിസ് കൊടുക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോയും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഒരു ചാനലും കൂടി ഇവിടെ കാണിച്ചു തരാം, നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ചാനലും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ചാനലിൻ്റെ ഐഡിയ മനസ്സിലായല്ലോ. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ AI ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കുറച്ച് ചാനലുകളും കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് സജസ്റ്റ് ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് നമുക്ക് മോണിറ്റേഷൻ കിട്ടാത്തത്, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മോണിറ്റേഷൻ ചെയ്യാൻ പറ്റാത്തത്, യൂട്യൂബിൽ വരുമാനം ഉണ്ടാകുക. ഈ ചാനൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചാനൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1.6 മില്യൺ ഉണ്ട്. അത് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ചാനലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ 612 വീഡിയോസാണ് ഇട്ടിട്ടുള്ളത്. എല്ലാം ടോയ്സ് വീഡിയോസാണ്. ടോയ്സ് എന്ന് പറഞ്ഞാൽ ട്രക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പരിമിതിക്കനുസരിച്ച് നിങ്ങളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ച് ചിലവുണ്ട്, കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ കുറച്ച് എക്സ്പെൻസ് ആവും. നിങ്ങൾ മക്കളെല്ലാം ഉള്ള ആൾക്കാരാണെങ്കിൽ സിമ്പിളാണ്. അതിന് മക്കളെ കൊണ്ട് കളിപ്പിക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ടല്ലാതെ മക്കളെ ഫേസ് ഒന്നും കാണിക്കരുത്, അത് യൂട്യൂബിന് ഇഷ്ടപ്പെടില്ല. അപ്പം നിങ്ങൾ വലിയ ആൾ കളിക്കുക, കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് കളിപ്പിക്കുക. അവർക്ക് ഇപ്പോൾ പഠിക്കാനുണ്ടാവും, അതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കാനോ ട്യൂഷനോ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഞായറാഴ്ച ശനിയാഴ്ച എല്ലാം ഫ്രീ ഉള്ള സമയത്ത് ഒരു മാസത്തിലൊരു വീഡിയോസ്, ആഴ്ചയിലൊരു വീഡിയോസ് ഇട്ടാൽ മതി. ആ ശനി ഞായർ ലീവ് ഉള്ള ദിവസം കുറച്ച് 2-3 വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കൈ മാത്രം കാണിച്ചാൽ മതി. അതിന് അത്ര ചെറിയ കുട്ടിയാണെങ്കിൽ കൈ മാത്രം കാണിച്ചാൽ മതി, ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് കാണിച്ചിട്ട് ഇടുന്നുണ്ടെങ്കിൽ കുട്ടികളെ ഫേസ് എങ്ങനെ കാണിക്കരുത് കേട്ടോ. നിങ്ങൾ വലിയാണ് അല്ലാന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാർ തന്നെ പെൺകുട്ടീനെ ഓൾറെഡി പെൺകുട്ടികളെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ടോയ്സുകൾ കളിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെർച്ച് ചെയ്ത് എടുത്തിട്ടില്ല, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വോയിസ് ഇല്ല, സൗണ്ട് ഇല്ല, ഒന്നുമില്ല, മ്യൂസിക് ഇല്ല, ഒന്നുമില്ല. വെറും ഒരു ട്രക്കിൻ്റെ മ്യൂസിക്കാണ്. ഇത് ഓൾറെഡി ഇതിൻ്റെ ഒറിജിനൽ വോയിസ് അല്ല കേട്ടോ, ഒറിജിനൽ സൗണ്ട് അല്ല ഇത് ഓൾറെഡി ഗൂഗിൾ ക്രോമിൽ നിന്ന് അവിടെ നല്ല ഓടുന്ന ട്രക്കിൻ്റെ എല്ലാം വീഡിയോ എടുത്ത വോയിസാണ് ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേറെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും, വേറെ വീഡിയോ കണ്ടാലും ഇത് തന്നെ സംഭവം. ഓക്കെ, ഇതിന് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച്. ഇതിലൊന്നും ഫേസ് ഇല്ല കേട്ടോ, ഫേസ് ഇല്ല, മ്യൂസിക്കും വീഡിയോസും മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൺ വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ചാനലായി. അപ്പോൾ ഇതിൽ ഫുൾ എല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ് കേട്ടോ, എല്ലാം മില്യൺ വ്യൂസാണ്. പക്ഷേ ഇതിനെല്ലാം കാണാൻ ആൾക്കാരുണ്ടാവും. ഏറ്റവും കൂടുതൽ കുട്ടികളെ ഈ ഉമ്മമാരുടെ ഫോണെല്ലാം ഉണ്ടാകുന്ന കുട്ടികളെ കയ്യിലാണ്. അപ്പോൾ അവരെല്ലാം ഈ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് പിന്നെ നിർത്തത്തില്ല, കൂടുതൽ ആൾക്കാർ കാണും. ആ കാണുന്ന സമയത്താണ് നമുക്ക് വാച്ചിങ് അവേഴ്സ് കൂടുതൽ കിട്ടുക. ഇത് ഓൾറെഡി കിഡ്സ് ചാനലല്ല കേട്ടോ, കിഡ്സ് ചാനലല്ല. കിഡ്സ് ചാനലാണെങ്കിൽ ഇവിടെ മോണിറ്റേഷൻ ഓപ്പണ്, ഇവിടെ മോണിറ്റേഷൻ്റെ സിഗ്നൽ, ഇത് കമൻ്റ് ഒന്നും കാണിക്കത്തില്ല. ഇത് ഓൾറെഡി കിഡ്സ് ചാനലല്ല കേട്ടോ, ഇത് ഓൾറെഡി സൂപ്പർ താങ്ക്സ് ഇതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ വേറെ വീഡിയോസും കൂടി ഞാൻ ഒന്നും കൂടി ഒരു ചാനലും കൂടി കാണിച്ചു തരാം. ഇത് അതുപോലെ തന്നെ വേറൊരു ചാനലാണ് കേട്ടോ, ഇതും അതുപോലെ തന്നെ സെയിം കണ്ടന്റ് ആണ്, പക്ഷെ വേറെ ചാനലാണെന്ന് മാത്രമേ ഉള്ളൂ. ട്രക്ക് ഓടിക്കുന്നത്, അത് എവിടെയാണ് ട്രക്ക് ഓടിക്കുന്നത്, 10 മിനിറ്റ് വീഡിയോസ് ഉള്ളൂ കേട്ടോ, 10 മിനിറ്റ് വീഡിയോസ് ഉള്ളൂ. പക്ഷേ ഇത് കുറച്ച് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളെല്ലാം കുറച്ച് എക്സ്പെൻസാണ്. വീടൊക്കെ കെട്ടി വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളി വീഡിയോസാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആരായാലും വലിയ മുതിർന്നവരായാലും പോലും കണ്ടു നിന്ന് പോകും, അല്ലാണ്ട് കുട്ടികൾ തന്നെ ആണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറേ ചാനലുണ്ട്. വേറെ കുറച്ച് ഐഡിയാസും കൂടി ഞാൻ തരാം. ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ ട്രക്ക് അല്ലാന്നുണ്ടെങ്കിൽ കിഡ്സ് ചാനൽ, കിഡ്സ് വീഡിയോസ് എന്നെല്ലാം സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി വേറെ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ഓൾറെഡി കിഡ്സ് ചാനലാണെന്ന് തോന്നുന്നു. ഇത് കിഡ്സ് ചാനലാണ്, ഇത് കമൻ്റൊക്കെ ഓഫാണ്. പക്ഷേ ഇതൊക്കെ കുറച്ച് പണിയാണ് ചെയ്യാൻ. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ ഒക്കെ വേണം, സോഫ്റ്റ്വെയറെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതല്ലാതെ വേറെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ ചാനലുകൾ ഇങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ വീഡിയോസ്, ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഉണ്ട്. വേറൊരു സിമ്പിളായിട്ടൊരു ചാനൽ കാണിച്ചു തരാം കേട്ടോ. ഈ ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ചാനൽ എന്താണ് ഉള്ളത്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം.
ഈ വീഡിയോസ് എന്താണുള്ളത്, ഈ വീഡിയോസിൽ വെറും മ്യൂസിക്കും കുറച്ച് പക്ഷികൾ കരയുന്ന ആനിമൽസിൻ്റെ സൗണ്ടുകളും കുറച്ച് വെള്ളച്ചാട്ടവും. വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. വീഡിയോയിൽ വെറും ഒരു വിഷ്വൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ വിഷ്വൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് മ്യൂസിക്കുകളും ആഡ് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അതിന് വേണ്ട ചാനൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾ അവരുടെ കമൻ്റ് എല്ലാം അറിയിച്ചാൽ മതി. ഇത് ഒന്നുമില്ലാത്ത പക്ഷെ സംഭവം എന്ന് വെച്ചാൽ വീഡിയോ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഡ്രോൺ ഷൂട്ട് ചെയ്ത പോലത്തെ ഒരു ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോസാണ്. ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാത്ത രീതിയിൽ AI വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് കുറച്ച് മ്യൂസിക്കും കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒരു വീഡിയോ 2 വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലൊന്നും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. നിരന്തരമായിട്ട് കണ്ടിന്യൂസ്ലി വീഡിയോ ആണ്. ഇതിൽ വീഡിയോ ആകെ ഇട്ടിട്ടുള്ള വീഡിയോസ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 86 വീഡിയോസേ ഇട്ടിട്ടുള്ളൂ. വെറും 86 വീഡിയോസ്. 86 വീഡിയോസ് 1,64,000 സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ. 1,64,000 സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പോൾ അതുപോലെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ വീഡിയോ ഇട്ടിട്ടുള്ളത് 7 മാസം മുന്നേ, 1 വർഷം മുന്നേ, ഒരു വർഷം മുമ്പ് 2 വീഡിയോസ് ആകെ ഇടുന്നുള്ളൂ. ഓക്കെ, വർഷത്തിൽ 2 വീഡിയോസ് ആകെ ഇടുന്നുള്ളൂ. 7 മാസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി മോണിറ്റൈസ്ഡ് ചാനലാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മോണിറ്റൈസേഷൻ കിട്ടും. ഇത് ഓൾറെഡി ഇത് കിഡ്സ് ചാനലാണോ? ഇല്ല, ഇത് 1 പോയിൻറ്റ് ഇത് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നെങ്കിലും പറയാം. ഇത് വെറും ട്രെയിനിൻ്റെ വീഡിയോസാണ് ഉള്ളത്. വെറും ട്രെയിൻ, ഇത് ടോയ്സ് ട്രെയിനാണ് ഓൾറെഡി. പക്ഷേ വെള്ളത്തിലാണെന്നാണ്. ഇതൊക്കെ കുറച്ച് പാടായിരിക്കുമെന്ന് തോന്നുന്നു. റിസ്ക് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റും. റിസ്ക്കാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ട്രെയിൻ മേടിച്ചിട്ട് കുറേ പാലങ്ങളെല്ലാം നിർമ്മിച്ചിട്ട് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ചങ്ങായിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി റിസർച്ച് ചെയ്ത് നോക്കിയാട്ടെ എന്താ ചെയ്യുന്നുള്ളത്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ കുറേ ടോയ്സ് കളക്ഷൻ ഉണ്ട്. ഒരേ ടോയ്സാണ് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് വേറെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടുകയാണ്. ഓക്കെ, അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണ്, എന്നിട്ട് ഓടിച്ച് കാണിക്കുകയാണ്. പക്ഷെ നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എല്ലാ വീഡിയോസും അതേപോലത്തെ കുറേ ട്രക്കുകളാണ് ഉള്ളത്. പക്ഷേ ഓരോ ദിവസവും ഓരോ ട്രക്കാണ് യൂസ് ചെയ്യുന്നുള്ളത്. വീഡിയോസ് വേറെ വീഡിയോസാണ്. ഓക്കെ, പക്ഷേ ഒരൊറ്റ ഒരു ടോപ്പിക്കാണ് ഓൾറെഡി. ഇതിൽ ഫ്ലൈറ്റ് ഉണ്ട്, ഇതിൽ ആംബുലൻസ്, കുറച്ച് മ്യൂസിക് ഇടും, എന്നിട്ട് ഒറിജിനൽ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഇടും, സ്വന്തം വീഡിയോസ് ഇടും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണമെന്ന് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. ഈ ചാനൽ വെറും 303 വീഡിയോസേ ആകെ ഇട്ടിട്ടുള്ളൂ. ഇന്ന് നോക്കുമ്പോൾ 303 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 303 വീഡിയോസ് ഉണ്ട്. 34 സബ്സ്ക്രൈബർ ഉണ്ട്, 34K സബ്സ്ക്രൈബർ ഉണ്ട്. ഇതിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇവിടെ ഒറ്റൊരു വാനാണ്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാരുതി സുസുക്കിൻ്റെ ഓമിനി ടോയ്സ് ആണ്. ഓക്കെ, ഓമിനി ടോയ്സ് മാത്രം വെച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. വെറും ഷോർട്സ് ആണ്. ഇതിൽ പോപ്പുലർ ഷോർട്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 12 മില്യൺ വ്യൂസാണ്. 5 മില്യൺ വ്യൂസ്, 1.5 മില്യൺ വ്യൂസ്, നല്ല അടിപൊളി വ്യൂസ് വരുന്നുണ്ട്. ലാസ്റ്റ് ഇട്ട വീഡിയോക്കും 20K, 30K, 40K എല്ലാം വ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ച് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഒരു ട്രക്ക്, ഒരു ഓമിനി, അത്രേ ഉള്ളൂ. ഷോർട്സിൽ മാത്രം ഓമിനി മാത്രമേ ഉള്ളൂ, വേറൊരു സംഭവമില്ല. ആ ഓമിനിനെ മാത്രം കുറേ ചെളിയിലും കാര്യങ്ങളും കുണ്ടിലും ഒഴിച്ചിട്ട് പോകുന്നുള്ളത്. പിന്നെ കുറച്ച് ട്രക്കുകൾ, മുമ്പത്തെ ട്രക്ക്, പഴയ ട്രക്കെല്ലാം ഓൾറെഡി ഇട്ടിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റായിക്കൊന്നുമില്ല. പക്ഷേ സംഭവം എന്നിട്ടെങ്കിൽ നിരന്തരമായിട്ട് വീഡിയോ ഇടണം. ഒരു ദിവസം തന്നെ 2, 3, 4 വീഡിയോസ് ഇടണം. ഇത് ഓൾറെഡി ഓമിനി ഇങ്ങനെ ഓടുകയാണ്. പിന്നെ അത് കൂടാണ്ട് വേറൊരു വീഡിയോസും കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം. വേറെ വീഡിയോസ് ഇത് ഈ പയ്യൻ്റെ പരിപാടി ഇത് ഓൾറെഡി ലൈവിലാണ് പോകുന്നുള്ളത് കേട്ടോ. ഓൾറെഡി ഇപ്പോൾ ലൈവിലാണ് ഉള്ളത്. ഓക്കെ, ഇത് ലൈവാണ്. ഇത് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഇടാണ് ലൈവ് അല്ലാതെ ലോങ് വീഡിയോ ഉണ്ട്, ഷോർട്ട് വീഡിയോ ഉണ്ട്. ഇതൊന്നുമില്ല കേട്ടോ. ഇതിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ വീഡിയോയിൽ എന്താണുള്ളത് ഒന്നുമില്ല. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലെല്ലാം കിട്ടുന്നുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇങ്ങനത്തെ കുറേ ടോയ്സുകൾ മേടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ഇടുക. ഇത് ഓൾറെഡി മോണിറ്റൈസ്ഡ് ചാനലാണ് കേട്ടോ.
വളരെ മോണിറ്റൈസ് ചാനലാണ്. ഇങ്ങനത്തെ കുറേ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ 2000-ഓളം വീഡിയോസ് ഉണ്ട്. പക്ഷേ എത്ര 1 മണിക്കൂറുള്ള വീഡിയോസ് ഉണ്ട്, പിന്നെ 5 മിനിറ്റ് 10 മിനിറ്റുള്ള വീഡിയോസ് ഉണ്ട്. കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ വളരെ സെർച്ച് ചെയ്ത് കണ്ട ചാനലാണ്. ഞാൻ ഈ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ചാനലിനെ കുറിച്ചിട്ട്. ഇതുപോലത്തെ ചാനൽ ഇട്ടിട്ടുണ്ട്. നല്ല വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലും മോണിറ്റൈസേഷൻ കിട്ടും. ഇതിൻ്റെ തംബ്നെയിൽ പോലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. തംബ്നെയിലൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്ന തംബ്നെയിലാണ്. വെറും വീഡിയോ ഇടുക, സ്വന്തം വീഡിയോ ആണ്, സ്വന്തം വോയിസ് ഒന്നും കൊടുക്കുന്നില്ല. അതിൽ തന്നെ എന്താണോ സൗണ്ട് വരുന്നത് ആ സൗണ്ട് കൊടുക്കുകയാണ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് യൂട്യൂബിന് വേണ്ടത്. യൂട്യൂബിന് എല്ലാം ഇഷ്ടപ്പെടില്ല. വേറെ ആൾക്കാരുടെ വീഡിയോ ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബിന് ഇഷ്ടപ്പെടാത്ത പോകുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് റീയൂസ്ഡ് കണ്ടൻറ് ഇല്ലാതെ നിങ്ങളെ സ്വന്തം കണ്ടൻറ് എന്ത് കണ്ടൻറ് ആണെങ്കിലും യൂട്യൂബ് അംഗീകരിക്കുന്നതാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടൻറ് ആണെങ്കിൽ കേട്ടോ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, റൂൾസിനെ കുറിച്ചിട്ട് അറിയാമല്ലോ. സെക്ഷൽ കണ്ടൻറ്, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഹരാസ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. ബ്ലഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല എന്ന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യമായിരിക്കും. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻറ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ വോയിസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വോയിസ് ഒന്നുമില്ല കേട്ടോ. വെറും ഇതിൻ്റെ വോയിസ് സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചുരണ്ട ഇടുക. പക്ഷേ ഇതിൽ കുറേ വീഡിയോസ് ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് യൂട്യൂബിൻ്റെ അൽഗോരിതം ഇങ്ങനെ വ്യൂസ് കൊണ്ടുപോവാണ്, നമ്മളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ എവിടെയോ കിടക്കുന്ന ചാനലാണ്. എൻ്റെ കയ്യിലേക്ക് എങ്ങനെ എത്തി? സെർച്ച് ലിസ്റ്റിൽ വന്നതാണ്. ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടിയതാണ്. സബ്സ്ക്രൈബർ കുറവാണ്, എന്നാലും നല്ല വ്യൂസ് ഉണ്ട്. പോപ്പുലർ വീഡിയോ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 20K 30K 9K എല്ലാം വ്യൂസ് ഉണ്ട് ഓൾറെഡി കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതിപ്പോൾ 1 വർഷം മുമ്പാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. ആകെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 1 വർഷം മുമ്പേ ഉള്ളൂ. പക്ഷേ എന്നാലും കണ്ണീരന്തരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഇതിൽ വീഡിയോ ഇടുന്നത് കുറച്ച് ലോങ് ആയിട്ടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 9 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ ഒരു വീഡിയോ ഇടുന്ന രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ മാറ്റാം. അതല്ലാതെ കുറച്ച് ഷോർട്സ്, ഇതിൽ ഷോർട്സില്ല ഒന്നുമില്ല. ലോങ് വീഡിയോ ലൈവ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷോർട്സ് ഇടാം.